ചെന്നായയുടെ മുഖവും കടുവയുടെ രൂപവുമുള്ള ഒരു ജീവി. രാത്രിയുടെ ഇരുട്ടിൽ പതിയിരുന്ന് ഇരയുടെ ശരീരത്തിലേക്ക് കടന്നു ചാടി കൂട്ടമായി വേട്ടയാടിയിരുന്ന ഓസ്ട്രേലിയയുടെ സ്വന്തം വേട്ടക്കാരൻ. യൂറോപ്യൻ അധിനിവേശത്തിൽ ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയ ആ ജീവിവർഗത്തെ തിരഞ്ഞ് 20 വർഷം കാട്ടിലൂടെ അലഞ്ഞു തിരിയുകയാണ് ഒരു മനുഷ്യൻ. കോടിക്കണക്കിന് രൂപ വിലയിട്ടിരിക്കുന്ന ടാസ്മാനിയൻ ടൈഗർ ഇന്നും വനാന്തരങ്ങളിൽ മനുഷ്യന്റെ കണ്ണു വെട്ടിച്ച് കഴിയുകയാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. ഇന്ന് പറയുന്നത് ആ കഥയാണ്. ലോകത്തിലെ തന്നെ അസാധാരണവും ദുരൂഹവുമായ വന്യജീവികൾ വിലസുന്ന നാടാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റത്തിനു മുൻപ് അവിടെ വിലസിയിരുന്ന പല വന്യജീവികളും ഇന്ന് നാമാവശേഷമായി പോയി. 1930കളിലാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ തെക്ക് കിഴക്കായുള്ള ടാസ്മാനിയൻ ദ്വീപിൽ ജീവിച്ചിരുന്ന ജീവികളെ മനുഷ്യൻ അവസാനമായി വേട്ടയാടുന്നത്. ഇക്കൂട്ടത്തിൽ അവസാനത്തെ ടാസ്മാനിയൻ കടുവയെന്നും ടാസ്മാനിയൻ ചെന്നായി എന്നും യൂറോപ്യന്മാർ വിളിച്ചിരുന്ന മൃഗത്തെയും അവർ പിടികൂടി. അതായിരുന്നു അവസാനത്തെ വേട്ടയാടൽ. ഓസ്ട്രേലിയയിലെ നല്ലാർബോർ സമതല പ്രദേശങ്ങളും അവിടങ്ങളിലെ ഗുഹകളിൽ നിന്നും ടാസ്മാനിയൻ ചെന്നായുടെ 3300 വർഷം പഴക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. അക്കാലത്ത് ഇവിടങ്ങളിൽ ഇത്തരം ചെന്നായ്ക്കൾ ധാരാളമായി ജീവിച്ചിരുന്നു എന്നതിന് തെളിവായിരുന്നു ഇത്. ടാസ്മേനിയയിൽ ധാരാളം ഉണ്ടായിരുന്ന ഇത്തരം ചെന്നായ്ക്കളെ 1914 ശേഷം അപൂർവമായി മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ. കൂട്ടിലടച്ച് വളർത്തിയിരുന്ന അവസാനത്തെ ചെന്നായി 1936 ചത്തതോടെ ഇവയുടെ വംശം എന്നേക്കുമായി ഇല്ലാതാവുകയായിരുന്നു. ഇനി ടാസ്മേനിയൻ കടുവകളെ കുറിച്ച് പറയാം. ടാസ്മേനിയൻ ചെന്നായ്ക്കൾക്ക് അല്ലെങ്കിൽ കടുവകൾക്ക് കൂടുതൽ രൂപസാദൃശ്യമുള്ളത് നായകളോടാണ്. നായയുടേതുപോലെയുള്ള തലയും കുറിയ കഴുത്തുമാണ് ഇവയ്ക്കുള്ളത്. ഏകദേശം തോൾ വരെ 60 സെന്റിമീറ്റർ ഉയരം വരും. ശരീരത്തിന് 1.5 മീറ്റർ നീളവും ഉണ്ടായിരിക്കും. വാലിനാകട്ടെ 50 സെന്റിമീറ്റർ നീളം മാത്രമേ കാണൂ. പെട്ടെന്ന് വളയാത്തതും ദൃഢതയുള്ളതുമായ വാൽ ഈ ജീവിയുടെ പ്രത്യേകതകളിലൊന്നാണ്. ഏകദേശം 15 മുതൽ 35 കിലോഗ്രാം ശരീരഭാരം ഉണ്ടായിരുന്ന ഇവയുടെ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തോടു കൂടിയുള്ള ശരീരത്തിൽ കടും തവിട്ട് നിറത്തിലുള്ള 16 മുതൽ 18 വരകളുണ്ട്. പുറത്തും പൃഷ്ഠഭാഗത്തും വാലിലുമാണ് ഈ വരകൾ കാണപ്പെടുന്നത്. കടുവകളുടെ ശരീരത്തിലെ വരകളെ ഓർമ്മപ്പെടുത്തുന്ന ഈ വരകളാണ് ഇവയ്ക്ക് ടാസ്മാനിയൻ ടൈഗർ എന്ന പേര് നൽകിയത്. ഇവയുടെ കാലുകൾക്ക് നീളം കുറവാണ്. കങ്കാരുവിനെ പോലെ ഇവയ്ക്കും പിൻകാലുകളും വാലും ഉപയോഗിച്ച് തറയിൽ നേരെ നിൽക്കാൻ കഴിയും. 2-3 മീറ്റർ വളരെ വേഗത്തിൽ ചാടാനും കഴിവുള്ളവരാണ് ഇവ. പകൽ മുഴുവൻ വനത്തിലോ കുന്നിൻ ചെരുവുകളിലോ വിശ്രമിക്കുന്ന ഇവ രാത്രിയാകുമ്പോഴാണ് ഇര തേടി പുറത്തിറങ്ങുന്നത്. ഒറ്റയ്ക്കോ കൂട്ടമായോ ഇവ ഇര തേടും. ഇരയെ പിന്തുടർന്ന് വേട്ടയാടുന്നതിനേക്കാൾ ഒളിച്ചിരുന്ന് ഇരയെ വലയിലാക്കി പിടിക്കുകയാണ് ഈ മാംസഭോജികളുടെ പതിവ്. കങ്കാരു, എലി, മുയൽ, അണ്ണാൻ, പക്ഷികൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ. ഒരു പ്രസവത്തിൽ 3-4 കുഞ്ഞുങ്ങളാണ് ഇവയ്ക്കുണ്ടാകുക. കുഞ്ഞുങ്ങളെ 4 മാസക്കാലത്തോളം പെൺമൃഗത്തിന്റെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. അത് പറഞ്ഞില്ലല്ലോ, കങ്കാരുവിനെ പോലെ ഇവയ്ക്കും സഞ്ചികളുണ്ട്. അതേസമയം ഇവയിലെ ആണുങ്ങൾക്ക് സഞ്ചി കുറ്റിക്കാടുകളിൽ വേട്ടയാടുമ്പോൾ പരുക്കുകൾ പറ്റാതെ ഇവയുടെ ജനനേന്ദ്രിയത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ്. പകർച്ചവ്യാധികളും മനുഷ്യന്റെ വേട്ടയാടലും ഇവയുടെ തിരോധാനത്തിന് കാരണമായി. 1936 ശേഷം ഈ വരയൻ ചെന്നായ്കൾ ജീവിച്ചിരുന്നതായി രേഖകളൊന്നും തന്നെയില്ല. ഡിസ്നിയിലെ ഓസ്ട്രേലിയൻ മ്യൂസിയത്തിൽ പരിരക്ഷിക്കപ്പെട്ടിട്ടുള്ള ടാസ്മേനിയൻ ചെന്നായിയുടെ DNA ആവർത്തിച്ചുള്ള വിഭജനം സാധ്യമാക്കി ക്ലോണിങ്ങിലൂടെ പുതിയ ഒരിനത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. നല്ലൊരു വിഭാഗം ജീവശാസ്ത്രജ്ഞന്മാരും ഇത് അസാധ്യമെന്നാണ് കരുതുന്നതെങ്കിലും മ്യൂസിയം ഭാരവാഹികൾ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപൂർവവും വംശനാശം സംഭവിച്ചതുമായ ഇവയുടെ നാശത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത് മനുഷ്യൻ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നടത്തിയ കടന്നുകയറ്റമാണ്. വേട്ടയാടി ഇര പിടിക്കുന്നതിൽ ഉച്ചസ്ഥാനിയായിരുന്ന ഇതിന്റെ അടുത്ത ബന്ധുവാണ് ടാസ്മാനിയൻ ഡെവിൾ. ഇവയും ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്. അസാധാരണമായ രീതിയിൽ വായയുടെ പേശികൾ തുറക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ലഭ്യമായ തെളിവുകൾ പ്രകാരം നാണം കുണുങ്ങികളും മനുഷ്യരിൽ നിന്നും വളരെ അകലത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ജീവിവർഗം കൂടിയാണ് ഇവ. മനുഷ്യർ കെണിവെച്ച് പിടിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് അതിജീവിക്കാൻ സാധിക്കില്ല. പെട്ടെന്നുള്ള ഞെട്ടലിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. ആധുനിക രൂപത്തിലുള്ള ടാസ്മാനിയൻ ടൈഗർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 4 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. 1990കളുടെ തുടക്കത്തിൽ വടക്കു പടിഞ്ഞാറൻ ക്യൂൻസാൻഡിലെ നാഷണൽ പാർക്ക് പുൽത്തകിട് നിർമ്മാണത്തിനിടയിൽ പഴക്കം ചെന്ന 7 ഫോസിലുകൾ കണ്ടെത്തിയിരുന്നു. കാർബൺ ഡേറ്റിംഗ് വഴി നടന്ന പരിശോധനയിൽ 23 ദശലക്ഷം മുൻപുള്ളതാണ് അതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ളതിൽ വെച്ച് വളരെ ചെറുതായിരുന്നു അവ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒരു കാലത്ത് വ്യാപകമായി ഓസ്ട്രേലിയൻ ഉപഭൂഖണ്ഡത്തിലും ടാസ്മാനിയ, പാപ്പുവ ന്യൂഗിനിയ എന്നിവിടങ്ങളിലും വ്യാപകമായി ജീവിച്ചിരുന്നവയായിരുന്നു ഇവ. ഏലിയസ് ചർച്ചിൽ 1933 കെണിവെച്ച് പിടിച്ച അവസാനത്തെ ആളുടെ പേരാണ് ബെഞ്ചമിൻ. റോബർട്ട് ആലിസൺ റീഡ് മൃഗശാലയിൽ 3 വർഷത്തോളം ഇവൻ ജീവിച്ചു. 1936 സെപ്റ്റംബർ 7 ബെഞ്ചമിനും യാത്രയായി. അതോടെയാണ് ഇവയുടെ വംശം എന്നേക്കുമായി അറ്റുപോകുന്നത്. 1983 അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായ മെഗുർ ടെഡ് ടർണർ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ടാസ്മാനിയൻ ടൈഗർ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് നൽകുന്നവർക്ക് $1 ലക്ഷം
പ്രതിഫലം നൽകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. 2005 വരെ പലരും ഇതിനായി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. ലോകപ്രശസ്ത കടുവാ വേട്ടക്കാരനായ മൈക്കൽ മോസ് 20 വർഷമായി സ്വന്തം ജീവിതം ഇവയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ വൻകരയുടെ ചില ഭാഗങ്ങളിലും വിക്ടോറിയയുടെ നാട്ടിൻപുറങ്ങളിലും ചെന്നായും കടുവയും ചേർന്ന ഈ വേട്ടക്കാരൻ മനുഷ്യന്റെ കണ്ണ് വെട്ടിച്ച് കഴിയുന്നുണ്ടെന്നാണ് അദ്ദേഹം അടിയുറച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇവ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.